ടെന്നീസ് ബോൾ ബാറ്റുകൾ ഹാർഡ് ടെന്നീസ് ആയിക്കോട്ടെ സോഫ്റ്റ് ടെന്നീസ് ആയിക്കോട്ടെ അതിന്റെ സെലക്ഷൻ എങ്ങനെ പ്രോപ്പർ രീതിയിൽ നടത്താം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് 3 ടൈപ്പ് ബാറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അത് 2 ടൈപ്പ് ഹാർഡ് ടെന്നീസിന്റെ ബാറ്റും 1 സോഫ്റ്റ് ടെന്നീസിന്റെ ബാറ്റും. ഈ സ്കൂപ്പിംഗ് ആണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കാശ്മീരിൽ നിന്നാണ് ഇതിന്റെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ഈ ബാറ്റുകളുടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വുഡിന്റെ ക്വാളിറ്റി. അതായത് 2 ടൈപ്പ് വുഡ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒന്ന് വൈറ്റ് വുഡും ഒന്ന് ബ്രൗൺ വുഡും. ലൈറ്റ്ലി ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വൈറ്റ് വുഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലൈറ്റ്ലി എന്താ പറയാ സോഫ്റ്റ് ടെന്നീസിന് ഈക്വലന്റ് ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് വെയിറ്റ് ബാറ്റുകളായിരിക്കാം. ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കാം. പക്ഷെ വുഡിന്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബ്രൗൺ വുഡ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ബ്രൗൺ വുഡിന്റെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് തിക്നെസ് ആയിരിക്കും, കുറച്ച് ഹാർഡ് ആയിരിക്കും വുഡ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് 2 ടൈപ്പ് സ്കൂപ്പിംഗ് ഹാർഡ് ടെന്നീസ് ബാറ്റിൽ അവൈലബിൾ ആണ്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഇതൊരു സിംഗിൾ സ്കൂപ്പ് ബാറ്റ് ആണ്. ഇവിടെ നമുക്ക് ടോയിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ വേറെ ഹോളുകൾ വരുന്നില്ല ബാലൻസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതൊരു സ്കൂപ്പിംഗ് വരുന്ന ബാറ്റുകളാണ്. ഇവിടെ സെൻട്രൽ സ്കൂപ്പിംഗ്, ഇവിടെ 2 സ്കൂപ്പ്. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് സ്കൂപ്പിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ബാറ്റിന്റെ വുഡിന്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ വൈറ്റ് വുഡ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രൗൺ വുഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വുഡ്. വൈറ്റ് വുഡ് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം അത് മാർക്കറ്റിൽ കുറച്ച് ചീപ്പ് റേറ്റിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണോ ബാലൻസ് ചെയ്യാം. അത് പെട്ടെന്ന് ഡാമേജ് ആവാനും വുഡ് ക്രാക്ക് ആവാനും പൊട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു ബാറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആ ഒരു ഡീലർ അടുത്ത് ചോദിച്ചിട്ട് വാങ്ങാൻ. കാരണം ഇത് വൈറ്റ് വുഡ് ആണോ ബ്രൗൺ വുഡ് ആണോ മസ്റ്റ് ആയിട്ടും ചോദിച്ചിരിക്കണം. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിഷ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പൊ ഞാനും എന്റെ ബാറ്റുകൾ പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സെയിൽ ചെയ്യുന്ന ബാറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ വുഡ് ഓൺലി ആണ്. കാരണം നമുക്കറിയാം, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതായത് ഇന്നൊരു പ്ലെയർ അല്ലെങ്കിൽ വേറെ ഏത് പ്ലെയേഴ്സ് ആയിക്കോട്ടെ ഏത് ബാറ്റിലാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ട്രോക്കുള്ള ബാറ്റ് ആയിരിക്കും, ഏത് ക്വാളിറ്റിയുള്ള ബാറ്റ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ബാറ്റിന്റെ സ്കൂപ്പിങ്ങും അതുപോലെ തന്നെ ബാറ്റിന്റെ വെയിറ്റ്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടു, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂപ്പ് അവൈലബിൾ ആണ്. ഇത് സിംഗിൾ സ്കൂപ്പ് ബാറ്റ് ആണ്. ഇത് നമ്മുടെ നോർമൽ സ്കൂപ്പ് ബാറ്റ്. 5 സ്കൂപ്പോ 7 സ്കൂപ്പോ 8 സ്കൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ബാറ്റിന്റെ സ്കൂപ്പ് ശ്രദ്ധിച്ചറിയാം. എത്രത്തോളം സ്കൂപ്പ് ചെയ്യുന്നോ ബാറ്റ് അത്രത്തോളം വെയിറ്റ്ലെസ് ആയിരിക്കും. നമ്മളൊരു ബാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാറ്റ് സെലക്ട് ചെയ്യാതിരിക്കുക. ഹാർഡ് ടെന്നീസ് കളിക്കുമ്പോൾ ഒരു 1000 to 1100 ഗ്രാംസ് എപ്പോഴും സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഹോളുകൾ ശ്രദ്ധിച്ചറിയാം. ഈ ഹോളുകൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റ് ബാലൻസ് ചെയ്യാനാണ്. കാരണം ഇതൊരു സ്കൂപ്പ് ഇല്ലാത്ത ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1200 ഗ്രാംസോ 1300 ഗ്രാംസോ വരും. ആ ഒരു ബാറ്റ് നമുക്ക് ഹാർഡ് ടെന്നീസ് ബാറ്റ്, ടെന്നീസ് ബോൾ ബാറ്റിൽ ഒരിക്കലും കൺവീനിയന്റ് ആയിട്ടുള്ള വെയിറ്റ് അല്ല. അപ്പൊ ആ വെയിറ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്കൂപ്പുകളാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. ഈ സ്കൂപ്പ് നമ്മൾ എത്രത്തോളം കുറയുന്നോ ബാറ്റിന്റെ ലൈഫ് കുറയും. നമ്മളൊരു ബാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡീലർ എടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലെയർ എടുത്ത് പോകുമ്പോൾ ബാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊരു ബാറ്റ് അല്ലെങ്കിൽ ഇന്നൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഏത് ബാറ്റ് സെലക്ട് ആയിക്കോട്ടെ, അത് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂപ്പിംഗ് ആണ്. എത്രത്തോളം ഡീപ്പ് സ്കൂപ്പ് കുറവുള്ള ബാറ്റ് സെലക്ട് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ബാറ്റ് ബാലൻസിങ്. ഒരു പ്ലെയറുടെ ചോയ്സ് ആണ് എങ്ങനെ ബാറ്റ് ബാലൻസ് ചെയ്യണം എന്നുള്ളത്. കുറച്ച് നോർമലി കർവോടുകൂടി ബാറ്റ് സെലക്ട് ചെയ്യുക. എപ്പോഴും ബാറ്റ് ഫ്ലാറ്റ് ബാറ്റുകളല്ലാതെ സെമി അപ്രോഡുള്ള ബാറ്റുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ടെന്നീസ് ക്രിക്കറ്റിൽ ഹാർഡ് ബോൾ ബാറ്റുകൾക്കും സോഫ്റ്റ് ബോൾ ബാറ്റുകൾക്കും ഗ്രെയിൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഗ്രെയിൻസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഞാൻ പറയും. കാരണം സോഫ്റ്റ് ബോൾ ബാറ്റുകൾ നോക്കിയോ, ആ സ്കൂപ്പിംഗ് നിങ്ങൾക്ക് കണ്ടറിയാം. ഒരുപാട് ഡീപ്പ് സ്കൂപ്പ് അടിക്കാതെ കുറച്ച് വുഡോടുകൂടി സോഫ്റ്റ് ബോൾ ബാറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കാരണം ബോളുകൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ബോളുകളായിരിക്കും, അതിന് ഗ്രെയിൻസിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ബോൾ എങ്ങനെ ട്രാവൽ ചെയ്യണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഹാർഡ് ടെന്നീസ് ക്രിക്കറ്റിൽ വരികയാണെങ്കിൽ ഗ്രെയിൻസ് ഉള്ള ബാറ്റ് ഒരിക്കലും പൊട്ടയാന്ന് ഞാൻ പറയില്ല. കാരണം ഗ്രെയിൻസിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഗ്രെയിൻസും സ്കൂപ്പിംഗും തമ്മിൽ വളരെ ജോയിന്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. സ്കൂപ്പ് എത്ര കൂടുന്നോ ബാറ്റിന്റെ ലൈഫ് കുറയും, ബാറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് ആണ്. അതുപോലെ തന്നെ ഗ്രെയിൻസിന് ഈ ഒരു കണക്ടിവിറ്റി ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂപ്പ് വളരെ കുറച്ച് ചെയ്യുമ്പോൾ ബാറ്റിന് ഗ്രെയിൻസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ബാറ്റിന്റെ സ്കൂപ്പിലാണ് ആ ഒരു സ്ട്രോക്കിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം സ്കൂപ്പ് കുറയുന്നോളം ബാറ്റിന്റെ സ്ട്രോക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഹാൻഡിലിനെ പറ്റിയാണ്. ഇപ്പോ കുറച്ച് പേർക്ക് ഒരു സംശയമുണ്ട്, ഇത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒറ്റത്തടിയിൽ വരുന്നതാണോ ഹാൻഡിലും ബാറ്റും എല്ലാം അടക്കം? ഒരിക്കലും അല്ല. കാരണം അങ്ങനെ വരുന്ന ബാറ്റുകൾ നിങ്ങൾ ഒരു കാരണവശാലും സെലക്ട് ചെയ്യരുത്. സെപ്പറേറ്റ്ലി ഇത് ഫിക്സ് ചെയ്യണം. ഹാൻഡിൽ എപ്പോഴും ഈ ബാറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി എന്താ പറയുക ഗം അടിച്ച് സെറ്റ് ചെയ്യുന്ന ഹാൻഡിലാണ്. കെയിൻ ഹാൻഡിൽ എന്ന് പറയും. ഈ ഒരു ലെയർ കണ്ടാൽ അറിയാൻ പറ്റും. നോക്കിക്കോ, ഇത് ഹാർഡ് ബോൾ ബാറ്റ് ആണ്, ഇത് സോഫ്റ്റ് ബോൾ ബാറ്റ്. ഒരു ലെയർ കണ്ട, ഒരു സിംഗിൾ ലെയർ കെയിൻ ഹാൻഡിൽ. ഇതാണ് ബാറ്റിന് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രോങ് ഹാൻഡിൽ. ഈ ലെയർ അതെ, വെള്ളല്ല കറുപ്പ് ലെയർ, ഒരു നടുക്കിലൊരു ലെയർ വെക്കണണ്ട. അപ്പൊ ഈ ടോ ഗാർഡ് എന്തിനാ കൊടുക്കുന്നത്? ബാറ്റിന്റെ തേയ്മാനം കുറയാനായിട്ട്. കാരണം സോഫ്റ്റ് ബാറ്റ് ആയിക്കോട്ടെ ഹാർഡ് ബോൾ ബാറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ടോ ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബാറ്റിന്റെ തേയ്മാനം കുറയ്ക്കാൻ. കാരണം നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപാട് പേര്
ഇങ്ങനെ ഹോൾഡ് ചെയ്യില്ല, നിലത്തടിച്ച് ബാറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഒരു തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ടോ ഗാർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേൺഡ് ബാറ്റ് എടുക്കാൻ പറ്റുമോ? കാരണം ബേൺഡ് ബാറ്റ് നമുക്ക് ഈ ബാറ്റിന്റെ ലൈഫ് കുറയുന്ന ഒരു സംഭവമാണ്. അതായത് ബാറ്റിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കും ബാറ്റിന്റെ വെയിറ്റ് എത്രയാ ചേട്ടാ, ഒരു 100-200 കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? ചെയ്യാലോ. അതിനുവേണ്ടി ഇപ്പോ എല്ലാ ഡീലേഴ്സിനും ഞാൻ പറയില്ല, ഒരുപാട് ഡീലേഴ്സ് ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ട്. ബാറ്റ് ഹീറ്ററിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഈർപ്പം നഷ്ടപ്പെട്ട് ബാറ്റിന്റെ വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും. കാരണം ബാറ്റിന്റെ ലൈഫ് കുറയും. അതുപോലെ തന്നെ ബാറ്റ് ബേൺ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരിയിക്കാന്ന് പറയും. അപ്പൊ ബാറ്റിന്റെ അതും ഈ സെയിം പ്രോസസ്സാണ്. കാരണം നമ്മുടെ ഈർപ്പം നഷ്ടപ്പെടുത്തി ബാറ്റിന്റെ ലൈഫ് കുറയ്ക്കുന്ന പ്രോസസ്സാണ്. അത് ബാറ്റ് ഡാമേജ് ആവാനും പൊട്ടാനുള്ള ചാൻസ് 100% ഇരട്ടിയാണ്. അതുപോലെ തന്നെ ഓയിൽഡ് ബാറ്റ് എത്രത്തോളം നല്ലതാണ്? കാരണം ബാറ്റിൽ നമ്മൾ ഓയിൽ ചെയ്യാറുണ്ട്, അതൊരു ഫിനിഷിങ്ങിന് സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടാണ്. അത് ഒരിക്കലും തെറ്റല്ല. ബാറ്റിന്റെ ഒരു ഭംഗി കൂട്ടാനും ബാറ്റിന്റെ ക്വാളിറ്റിക്ക് ഒട്ടും കുറവ് വരാതെ ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.